അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ കാണുന്നത് ക്ലാസ് 2 ദുറൂസുൽ ഇസ്ലാം ഫസ്റ്റ് പാർട്ടിലെ 14ാമത്തെ പാഠത്തിന്റെ തദ്രീബാത്താണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ക്ലാസ് 2 ഇതുവരെ എടുത്ത പാഠങ്ങളുടെ തദ്രീബാത്തെല്ലാം വേണമെങ്കിൽ കൂട്ടുകാർ എൻ്റെ ചാനലായ മുന്നാ ഷാഹിൽ EDU എന്നതിൽ പ്ലേലിസ്റ്റ് സെക്ഷൻ എടുക്കുക. അതിൽ ഓരോ സബ്ജക്റ്റിൻ്റെയും തന്നെ പ്ലേലിസ്റ്റ് ഉണ്ടാകും. അതിൽ ആവശ്യമുള്ള സബ്ജക്റ്റിൻ്റെ ആവശ്യമുള്ള പാഠത്തിൻ്റെ തദ്രീബാത്ത് എടുത്തു നോക്കാം. നമുക്കിപ്പോൾ 14ാമത്തെ പാഠത്തിൻ്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തെല്ലാം നോക്കുന്നതിന് മുമ്പ് ഈ പാഠത്തിൽ കൊടുത്തിരിക്കുന്ന കാര്യം നമുക്കൊന്ന് വായിച്ച് മനസ്സിലാക്കാം. അദ്ദർസു റാബിഉ അശർ, 14ാമത്തെ പാഠം ദീനുർ റഹ്മ. ആരുടേതാണ് ഈ ഒട്ടകം? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശബ്ദമുയർത്തി ചോദിച്ചു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു തോട്ടത്തിൽ ചെന്നതായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു ഒട്ടകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട് കരയാൻ തുടങ്ങി. അവിടുന്ന് ആ സാധു മൃഗത്തിന്റെ സമീപത്തെത്തി അതിന്റെ പുറത്ത് തലോടി, ചെവിക്ക് പിന്നിലായി തടവി. ഒട്ടകം കരച്ചിൽ നിർത്തി. അതിന് എന്തോ പറയാൻ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെവി അതിന്റെ ചുണ്ടോടടുപ്പിച്ചു. അതിന്റെ പരാതി കേട്ടു. ഉടമയെ അന്വേഷിച്ചു. അയാൾ ഓടി വന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഈ മൃഗം എന്നോട് പരാതി പറഞ്ഞു. നിങ്ങൾ അതിനെ പട്ടിണിക്കിടുന്നു, അമിതമായി ജോലി ചെയ്യിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തെ ഗൗരവം കണ്ട് അദ്ദേഹം തല താഴ്ത്തി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപദേശിച്ചു, ഈ ഒട്ടകത്തെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നത് അള്ളാഹുവാണ്. അതിൻ്റെ കാര്യത്തിൽ നിങ്ങൾ അള്ളാഹു തആലയെ ഭയപ്പെടണം. കാരുണ്യം ചെയ്യുന്നവർക്ക് മാത്രമേ അള്ളാഹു തആല കരുണ ചെയ്യുകയുള്ളൂ. ഭൂമിയിലുള്ളവർക്ക് കരുണ ചെയ്യുക, എങ്കിൽ അള്ളാഹു തആല നിങ്ങൾക്ക് കാരുണ്യം ചെയ്യും. വൃദ്ധരോടും കുട്ടികളോടും കരുണ വേണം. മൃഗങ്ങളോടും പക്ഷികളോടും ദയ കാണിക്കണം. എല്ലാവരോടും കാരുണ്യം വേണം. ഈ പാഠത്തിന്റെ അവസാനത്തിൽ ഒരു ബോക്സ് കൊടുത്തിരിക്കുന്നു. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. ഇർഹമു മൻ ഫിൽ അർള്, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക. കൂട്ടുകാർക്ക് ഈ പാഠം മനസ്സിലാകില്ലേ? നമുക്കിനി ഈ പാഠത്തിന്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിൽ 1ാമത്തെ പ്രവർത്തനം നഖറഉ വനഫ്ഹം. ഇവിടെ കൊടുത്തിരിക്കുന്നത് വായിച്ച് മനസ്സിലാക്കാനുള്ളതാണ്. ഇബിലുൻ ഒട്ടകം, റഹ്മത്തുൻ കാരുണ്യം, മസഹ തടവി, റഹീമുൻ കാരുണ്യവാൻ, ഖാല പറഞ്ഞു, ഹയവാനുൻ മൃഗം, റോസുൻ തല, ത്വായിറുൻ പക്ഷി, ഉസുനുൻ ചെവി. തദ്രീബാത്തിൽ 2ാമത്തെ പ്രവർത്തനം നഖറഉ വനൻസഖ്. ഇവിടെ കൊടുത്തിരിക്കുന്ന വാക്കുകൾ വായിച്ച് അതുപോലെ എടുത്ത് പകർത്തി എഴുതണം. ഒട്ടകം, തലോടി, സംസാരം, അന്വേഷിച്ചു. ഇപ്പുറത്ത് നോക്കൂ, സമീപത്തെ, ഉപദേശിച്ചു, കാരുണ്യത്തിന്റെ മതം, വൃദ്ധൻ. ഇവിടെ എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ എഴുതണം. തദ്രീബാത്തിൽ 3ാമത്തെ പ്രവർത്തനം നുബയ്യിനു സിയാഖ്, സന്ദർഭം വ്യക്തമാക്കണം. ഈ മൃഗം എന്നോട് പരാതി പറഞ്ഞു. ഇത് ആരോട് എപ്പോൾ പറഞ്ഞു? ആ സന്ദർഭം വ്യക്തമാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു തോട്ടത്തിൽ ചെന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു ഒട്ടകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട് കരയാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന്റെ പുറത്ത് തലോടി. അത് കരച്ചിൽ നിർത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരാതി പറഞ്ഞു. ഇത് കേട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒട്ടകത്തിന്റെ ഉടമയെ വിളിച്ചുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞ വാക്കുകളാണിത്. അടുത്ത പേജ് നോക്കൂ. തദ്രീബാത്തിൽ 4ാമത്തെ പ്രവർത്തനം നംല പൂരിപ്പിക്കാനുള്ളതാണ്. കരുണ വേണം, വൃദ്ധരോട് കരുണ വേണം. ഇതുപോലെ ആരോടാണ് കരുണ വേണ്ടത്? അതെല്ലാം ഓരോ വരികളിലും പൂരിപ്പിക്കണം. അപ്പം നോക്കൂ, കുട്ടികളോട് കരുണ വേണം, മൃഗങ്ങളോട് കരുണ വേണം, പക്ഷികളോട് കരുണ വേണം, രോഗികളോട് കരുണ വേണം, എല്ലാവരോടും കരുണ വേണം.
തദ്രീബാത്തിൽ അഞ്ചാമത്തെ പ്രവർത്തനം നമ്മളെ ഉൽ ഫറാഹ് ഇട്ട ഭാഗം പൂരിപ്പിക്കാനുള്ളതാണ്. 1. ഇസ്ലാം ഡാഷിന്റെ മതമാണ്. അവിടെ പൂരിപ്പിക്കേണ്ടത് കാരുണ്യത്തിന്റെ. ഇസ്ലാം കാരുണ്യത്തിന്റെ മതമാണ്. 2. ഭൂമിയിലുള്ളവരോട് ഡാഷ് ചെയ്യുക. അവിടെ പൂരിപ്പിക്കേണ്ടത് കരുണ. ഭൂമിയിലുള്ളവരോട് കരുണ ചെയ്യുക. 3. കാരുണ്യം ചെയ്യുന്നവർക്ക് മാത്രമേ ഡാഷ് കരുണ ചെയ്യുകയുള്ളൂ. അവിടെ പൂരിപ്പിക്കേണ്ടത് അല്ലാഹു തആല. കാരുണ്യം ചെയ്യുന്നവർക്ക് മാത്രമേ അല്ലാഹു തആല കരുണ ചെയ്യുകയുള്ളൂ. 4. മൃഗങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ ഡാഷിനെ ഭയപ്പെടണം. അവിടെ പൂരിപ്പിക്കേണ്ടത് അല്ലാഹുവിനെ. മൃഗങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടണം. 5. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒട്ടകത്തിന്റെ ഡാഷ് തലോടി. അവിടെ പൂരിപ്പിക്കേണ്ടത് പുറത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒട്ടകത്തിന്റെ പുറത്ത് തലോടി. അടുത്ത പേജ് നോക്കൂ. തദ്രീബാത്തിൽ ആറാമത്തെ പ്രവർത്തനം നുൻഷിഉൽ കലിമാത്ത്, വാക്കുകൾ നിർമ്മിക്കാനുള്ളതാണ്. ഇവിടെ മൃ, ന്വേ, ബ, ഞ, ഇർ ഇങ്ങനെ ചില അക്ഷരങ്ങൾ കൊടുത്തിരിക്കുന്നു. ഈ അക്ഷരങ്ങൾ വാക്കുകളാക്കണം. മൃ, ഈ അക്ഷരങ്ങൾ വരുന്നത് പോലെ ഒരു വാക്ക്, മൃഗം. അടുത്തത് ന്വേ, ഈ അക്ഷരങ്ങൾ വരുന്നത് പോലെ ഒരു വാക്ക്, അന്വേഷിച്ചോ. ബ, ഈ അക്ഷരം വരുന്നത് പോലെ ഒരു വാക്ക്, ഭയം. ന്യ, ഈ അക്ഷരങ്ങൾ വരുന്നത് പോലെ ഒരു വാക്ക്, കാരുണ്യം. ഇർ, ഈ അക്ഷരം വരുന്നത് പോലെ ഒരു വാക്ക്, താഴ്മ. കൂട്ടുകാർക്ക് മനസ്സിലാവാൻ വേണ്ടി ഇങ്ങനെ എഴുതിയിരിക്കുന്നു: മൃഗം, അന്വേഷിച്ചോ, ഭയം, കാരുണ്യം, താഴ്മ. കൂട്ടുകാർക്ക് ഈ പാഠവും ഈ പാഠത്തിന്റെ തദ്രീബാത്തും മനസ്സിലാകില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്ത സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.